സതേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടുത്തെ വിദ്യാഭ്യാസമാണ് എൻ്റെ ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അവിടെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന 1-2 പേരായിരുന്നു. ഒരു കെ ചന്ദ്രൻ സാറ്, ആദം അയ്യൂബ് എന്നിവരൊക്കെയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ പെട്ടെന്നൊരു സുനാമി പോലെ പെട്ടെന്ന് വന്നു കയറിയ ഒരാളാണ് ജോൺ അബ്രഹാം. അപ്പോൾ ജോൺ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് കേട്ട് നമ്മൾ ഇങ്ങനെ പുളകിതരായിരിക്കുന്ന സംഭവങ്ങളാണല്ലോ അന്നേരമൊക്കെ. അപ്പോൾ ജോൺ വന്നു കയറിയതോടെ അന്ന് ജോണിൻ്റെ അമ്മയെ അറിയാൻ്റെ വർക്ക് നടക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ ജോൺ വന്നു കയറിയതോടെ കാര്യങ്ങൾ മാറി. വൈകുന്നേരം ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തിരുവല്ലത്തിൻ്റെ താഴെ, ആ പാലത്തിൻ്റെ താഴെയായിട്ട് അങ്ങ് മൂലയ്ക്കൊരു കള്ളി ഷാപ്പുണ്ട്. അവിടെ ആയിരുന്നു പിന്നെ ഇരിപ്പും നിപ്പും ഒക്കെ. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജോണിൻ്റെ ഷൂട്ടിനോട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം രാവിലെ ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലൊരു ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10 മണിയായപ്പോഴത്തേക്ക് ജോൺ എന്തൊക്കെ ചോദിച്ചു, നമുക്ക് വെള്ളം അടിക്കാൻ അച്ചാർ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അച്ചാർ ഇപ്പം എവിടെ പോയി ഉണ്ടാക്കണേ രാവിലെ? അപ്പം നീ ആ വീട്ടിലൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചെന്നാൽ ആ നമുക്ക് ചോദിക്കാൻ ഒരു മടി. രാവിലെ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ, ചോദിക്കാനുള്ളൊരു മടി. അപ്പം പുള്ളി പറഞ്ഞു, മടിയാണെങ്കിൽ ഒന്നും വേണ്ട, ഞാൻ പോയി ചോദിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ നീ കൂടെ വാ, ഇതൊന്ന് പഠിച്ചിരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ പടമൊക്കെ വെച്ചിരിക്കുന്ന വീടാണ്. ഹിന്ദുക്കളുടെ വീടാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഒരു അമ്മമ്മ മുമ്പിലിരിപ്പുണ്ട്. അമ്മമ്മയുടെ ജോൺ ചോദിച്ചു, അമ്മേ ബൈബിളുണ്ടോ എന്ന് ചോദിച്ചു. മോനെ ബൈബിളില്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞു. എന്താ ചോദിച്ചു, അച്ചാർ താ അമ്മേ എന്ന് പറഞ്ഞു. അമ്മ അച്ചാർ കൊണ്ട് കൊടുത്തു. അപ്പോൾ ജോൺ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ജോൺ അതുകൊണ്ട് തന്നെ എല്ലാം പറയുന്നതും പ്രവർത്തിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ വേറെ രീതിയിലായിരുന്നു. ജോൺ അന്ന് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോണ് പറഞ്ഞുകൊണ്ടിരുന്നു, ലോകത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിച്ചിട്ടുള്ള ഒരാൾ അർജുനനാന്ന് പറയും. ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് മറ്റേ മഹാരഥന്മാരും ഗുരുക്കന്മാരും പറയും കൊല്ലുമെന്ന് പറയും. പുമ്പി നോക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ മൊത്തം ബന്ധുക്കളും മിത്രങ്ങളുമാണ്. എങ്ങനെ കൊല്ലുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനത്തെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ജോൺ എന്ന് പറയുന്നത്. അങ്ങനെ ജോൺ കുറേ കാലം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്നു. എനിക്ക് ജോൺ പോകുന്ന കാര്യം കൂടെ എനിക്ക് ഒരു ഓർമ്മ വരുന്നുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു അഴിഞ്ഞാട്ട ജീവിതമായിരുന്നു ജോണിൻ്റെ അവിടുത്തെ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഹോസ്റ്റലായിരുന്നു. ജോൺ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഒരു മുറിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാവിലെ ആയപ്പോൾ കേട്ടു അവിടെ ജോൺ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കേട്ട്. അപ്പം നമ്മളെല്ലാം അയ്യോ എന്ത് പറ്റി എന്ന് പറഞ്ഞ് പുള്ളി ഒരു കൂട്ടുകാരൻ്റെ മാതിരിയായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ അവൻ്റെ മുമ്പിൽ ആളുകളെല്ലാം തടിച്ചുകൂടി നിൽക്കുന്നു. ഒരു നാട്ടുകാരിയായ സ്ത്രീ എന്തോ മോശമായി പറഞ്ഞു എന്നുള്ളതാണ് പ്രോബ്ലം. ജോണിനെ പറഞ്ഞയക്കണം, ഇവിടെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാട്ടുകാരുടെ ഇഷ്യൂ, അവിടുത്തെ മാനേജ്മെൻറ്റ് ഇഷ്യൂ ഒക്കെയാണ്. അപ്പം ചോദിച്ചു വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രായമുള്ള സ്ത്രീയാണ്. അവർക്ക് എനിക്ക് തോന്നുന്നു അന്ന് 75 അങ്ങനെയൊക്കെയുള്ള ഒരു സ്ത്രീ, ഒരു കറുത്തിട്ട് ആരും നോക്കാത്തൊരു സ്ത്രീ. അവരുടെ അടുക്കൽ ജോൺ പറഞ്ഞു, ഒന്ന് മേരി നിങ്ങൾ സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞെന്ന്. അതൊരു ഇഷ്യൂ ആയിപ്പോയി. അയാളുടെ ആ തമാശ എന്ന് പറയുന്നത് വേറൊരു വിധത്തിലാണ് ആളുകൾ എടുത്തതും. അങ്ങനെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഒരു ബാഗൊക്കെ തൂക്കി അപ്പോൾ ജോണിനെ ഇവിടുന്ന് പറഞ്ഞു വിടുക. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് ജോൺ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്. ജോണിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ് പറഞ്ഞു വിട്ടു. അപ്പോൾ ജോണ് ഈ ബാഗൊക്കെ തൂക്കി ഇറങ്ങി നടന്നു പോകുന്നു. ഞാനൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ മേളിൽ നിൽക്കുമ്പോഴത്തേക്ക് ജോണ് ബാഗൊക്കെ തൂക്കി ആ വളവ് തിരിഞ്ഞിങ്ങനെ നടന്നു പോകുന്നത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ ആ ജോൺ പിന്നെ ഒരു ഓർമ്മയായിപ്പോയി നമ്മുടെ ഇടയിൽ. അത് കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് പുറത്തു വന്നു. പല വഴിക്ക് പല ആൾക്കാരുടെയും അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവുക എന്നുള്ളൊരു ശ്രമമായിരുന്നു പിന്നെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയത്തെ കഷ്ടപ്പാടുകൾ അറിയാമല്ലോ. കൂടെ ഉള്ളത് ഒരു കൂട്ടുകാർ മാത്രമാണ് നമ്മളെ കൂടെ ഉള്ളത്, വേറെ ഒന്നുമില്ല. കയ്യിൽ പൈസയില്ല, കാര്യങ്ങളില്ല, വളരെ ബുദ്ധിമുട്ടാണ് ജീവിതം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കല്യാണം എടുക്കുകയാണ്. എൻ്റെ കൂടെ ഹോസ്റ്റലിൽ റൂമിൽ താമസിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ പുള്ളി കല്യാണം എടുക്കാൻ പോകും, ഞാനിവിടെ സഹായിക്കാൻ പോകും. അതിൽ നിന്ന് കിട്ടുന്ന പൈസകളൊക്കെയാണ് ഞങ്ങളുടെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം
കാഴ്ചയുടെയൊക്കെ പ്രൊഡ്യൂസർ, പിന്നെ പ്രൊഡ്യൂസറായ സേവ്യ മേനോ മാത്യു വന്നിട്ട് പറയുന്നു നമുക്കൊരു ആഡ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എന്ത് കിട്ടിയാലും നമ്മൾ ചെയ്യും. ഒരു ആഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെ ആഡാണ് നീ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അതാണ് പ്രോബ്ലം എന്ന് പറഞ്ഞത്. ഇത് ബ്രേസിയറിൻ്റെ ആഡാണ്. അപ്പം നമുക്കും ഒരു ചളുപ്പായി, അയ്യോ ബ്രേസിയറിൻ്റെ ആഡൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ പൈസ കിട്ടുന്നതല്ലേ, എന്തായാലും ചെയ്യാമല്ലോ, നമ്മുടെ മുഖം വരുന്നതല്ലല്ലോ. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ആളെ കാസ്റ്റ് ചെയ്യണം. ഒരു എലിമെൻ്റ് ഉണ്ടാക്കി ഞങ്ങൾ എന്ന് വെച്ചാൽ, ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, വളരെ മോഡേൺ ആയിട്ടുള്ള കപ്പിൾസ് ഒരു പുഴയുടെ തീരത്ത് ഒരു അരുവിയുടെ തീരത്തൂടെ ബൈക്ക് ഓടിച്ചിട്ട് പോകുന്നു. അപ്പോൾ അവരുടെ ബൈക്കിൽ നിന്ന് എന്തോ സാധനം താഴെ വീഴുന്നു. താഴെ വീണ് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കാട്ടിൽ ഒരു ആദിവാസി സ്ത്രീ അത് പോയി എടുത്തു നോക്കുന്നു. അത് ഒരു അണ്ടർവെയറിൻ്റെ, അവരുടെ ഈ അണ്ടർഗാർമെൻറ്റിൻ്റെ ബേസിൻ്റെ പാക്കറ്റാണ്. അതവർ വെയർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഷാഡോ വെള്ളത്തിലിങ്ങനെ കണ്ടു, അവൾ സുന്ദരിയായിരിക്കുന്നു. ഇതാണ് കൺസെപ്റ്റ്. അങ്ങനെ സേവിച്ചൻ ഇത് അവിടെ പോയി പറയുകയും അയാൾ ഇത് ഓക്കെ ആവുകയും ചെയ്തു. ഇനി ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത് ഇതിന് ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് ആർട്ടിസ്റ്റ് വന്ന് അഭിനയിക്കാനാണ്. അങ്ങനെ നമ്മൾ മനോജനൊക്കെ ഞങ്ങളുടെ കൂടെ, മനോജ് കെ ജയനൊക്കെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന സമയം അങ്ങനെ ഞങ്ങൾ മനോജിനെ കൺവിൻസ് ചെയ്തു, എടാ നീ ബ്രൈവായിട്ട് ബന്ധമില്ല, നീ മറ്റേ കപ്പിളിൻ്റെ കൂട്ടത്തിൽ ബൈക്കിൽ പോകുന്ന ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വെച്ചു. ബ്രേസിയർ ഇടാൻ വേണ്ടിയിട്ട് മോഡൽ പെണ്ണേ വേണം. അതിന് അന്നൊക്കെ ഈസി അല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പാടാണ്. അതുകൊണ്ട് മോഡൽസ് അന്ന് വളരെ ഓപ്പൺ മോഡൽസിനെയും കിട്ടാൻ പാടാണ്. നമുക്ക് അതിനൊന്നും കണക്ഷനും ഒന്നുമില്ല. അങ്ങനെ ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഈ മോഡലിനെ നമ്മൾ കാണുന്നത്. അമ്മയായിട്ട് വന്ന ഒരു പാവം പെൺകുട്ടി. അതിനെ നമുക്കിത് പറയാൻ തന്നെ ബുദ്ധിമുട്ട്, അവൾക്ക് അത് കേൾക്കാനും ബുദ്ധിമുട്ട്. പക്ഷേ എന്നാൽ നമ്മൾ പൈസ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ് അവരത് കൺഫേം ചെയ്യുന്നു, ഓക്കെ എന്ന് പറയുന്നു. ഷൂട്ട് നടക്കുന്നു. അത് നമ്മൾ ഇതായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ. ഇവർ അവരുടെ പോഷനൊക്കെ എടുത്തു, കപ്പിൾ പോയി. ഈ കുട്ടിക്ക് ഈ ഗാർമെൻറ്റ് കിട്ടി, ആ കുട്ടി അതെടുത്തിടുന്നു. പിന്നാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, ഈ കുട്ടിയെ ഇത് ഇടിയിക്കുക, അത് എന്നിട്ടത് ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയാം. നമുക്കത് അന്നേരം തന്നെ ആ കുട്ടി അതിനും പ്രശ്നമായി, അയ്യോ അത് എനിക്കിടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പറ്റും? അതിനല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതിന് നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അല്ല അത് അങ്ങനെ ഇടും, ഓപ്പൺ സ്ഥലത്ത് വെച്ചിട്ട് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ആകെ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ആയി ഒരു വിധത്തിൽ നമ്മളത് ഷൂട്ട് ചെയ്ത്. ഇപ്പം ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അത് ഇപ്പോഴൊക്കെയാണ് ഓക്കെ. ഇപ്പം ഞാനൊരു 30-40 വർഷം കഴിഞ്ഞ് ആലോചിക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മോഡൽസൊക്കെ അത് ചെയ്യാൻ റെഡിയാണ്, നമ്മളും ചെയ്യാൻ റെഡിയാണ്, ഷൂട്ട് ചെയ്യാനും റെഡിയാണ്. പക്ഷെ നമുക്ക് അന്നൊരു ഇൻഹിബിഷനുണ്ട്. അത് നമ്മുടെ പ്രായം വളരെ ചെറുതാണ്. ആ കുട്ടി പ്രൊഫഷണലല്ല, ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിട്ട് ഷൂട്ട് ചെയ്യാനും നമുക്ക് സ്റ്റാർട്ട് പറയാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ട്. അതിനത് തിരിഞ്ഞു നിൽക്കാൻ പാട്, ആകെ ഭയങ്കര കടിച്ചു പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ അയാളുടെ നിന്ന് പൈസയൊക്കെ മേടിച്ച് നമ്മൾ ചെയ്ത്. അന്ന് അതിൻ്റെ ഓണർ വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്തത് പിന്നെ ഒത്തിരി സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള എം ജെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാമറമാനാണ്. ഒരു കാലത്ത് ഇപ്പോൾ ജയരാജൻ്റെ പടങ്ങളിലൂടെയൊക്കെ ഒരു കാലത്ത് മൊത്തം സ്റ്റേറ്റ് അവാർഡ് എം ജെ രാധാകൃഷ്ണനായിരുന്നു. അപ്പം രാധാകൃഷ്ണൻ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ആ സമയത്ത് അവിടെ താമസിക്കുന്നത്. അപ്പം രാധാകൃഷ്ണനാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് ഒരു നമ്മൾ എഡിറ്റ് ചെയ്ത് ഇയാളെ കാണാൻ വിളിച്ചു, ഇതിൻ്റെ ഓണറെ. അപ്പം ഈ ഓണർ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ അയാളുടെ മുഖത്തൊരു പ്രസന്നതയില്ല, മുഖം വീർപ്പിച്ച് കെട്ടിയിരിക്കുക. അപ്പോൾ ഞാൻ സേവ്യൻ്റെയൊക്കെ ചോദിച്ചു, എന്താക്കി ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ പറഞ്ഞു അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അല്ല എന്താ പ്രശ്നം? അല്ല വീട്ടിൽ ചെന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ റൂമിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ മൊത്തമായൊക്കെ കുറ്റമാണ്. പെണ്ണ് കൊള്ളൂല, എഴുത്തതുമല്ല, ഇയാൾ പൈസ തരാൻ റെഡിയേ അല്ല, ബാക്കി പേയ്മെൻറ്റ് തരത്തുമില്ല, ഇയാളത് മേടിച്ച് പോകത്തുമില്ല. അയാൾ പറഞ്ഞു എനിക്ക് അത് ഇനി റീഷൂട്ട് ചെയ്യണം. എവിടെ നമുക്ക് റീഷൂട്ട് ചെയ്യാൻ നാണക്കേട്. ആ പെണ്ണിനെ വിളിച്ച് ആ പെണ്ണ് ഒട്ടും വരത്തില്ല. അതങ്ങനെ കൊടുമ്പിരി കൊണ്ട് ഉച്ച മുതൽ തർക്കങ്ങളായിരിക്കുക. അപ്പോൾ നമ്മുടെ എം ജെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ആരോടും മിണ്ടുന്ന ഒരാളല്ല.
മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, നല്ല സൽസ്വഭാവമുള്ള ഒരാൾ, കണ്ട വലിയ താടിയൊക്കെ വളർത്തിയിട്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി അവിടെ ഒരു ഇതുണ്ട്, ചെയർ കിടപ്പുണ്ട്, ഈ പ്രായമുള്ളവരൊക്കെ കിടക്കുന്നൊരു ചെയറില്ലേ, തുണിയുടെയാണ്. അതിൻ്റെ എന്താ പറയുക, ഈസി ചെയർ മാതിരിയുള്ളൊരു സാധനം, തുണിയുടെ ചെയർ. അതിൻ്റെ താഴെ ഒരു കമ്പ് ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണ് അതിങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ രാധാകൃഷ്ണൻ കാലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഷർട്ട് ഇട്ടിട്ടില്ല, താടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെല്ലാം ഇയാളെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. രാധാകൃഷ്ണൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഈ പൈസ കിട്ടിയിട്ട് വേണം, ഞങ്ങളുടെ പല കാൽക്കുലേഷനുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫോൺ ബില്ല് മുതൽ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് കുറേ. എന്നാൽ ലാൻഡ് ഫോണൊക്കെ അല്ലേ, അതിങ്ങനെ കിടക്കുകയാണ് കുറേ. മുമ്പിലത്തെ കടയിൽ കടം, ഈ കടയിലൊക്കെ ഒന്നുമില്ലാതെ ഉപ്പുമാവിൻ്റെ പുറത്തുള്ള ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കടയിൽ കടം, അവിടെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എല്ലാം വാടക കൊടുത്തിട്ടില്ല, അതെല്ലാം ഉണ്ട്. അപ്പം ഒരു 6 മണിയായി, 6 മണി വരെ ഇതിങ്ങനെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം പെട്ടെന്ന് പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ സൈഡിൽ കണ്ണൊക്കെ അടച്ചുകൊണ്ട് ഇങ്ങനെ കേട്ടിരുന്ന രാധാകൃഷ്ണൻ പെട്ടെന്ന് ഈ താഴത്തുള്ള വടി എടുത്തിട്ട് ചാടി അങ്ങ് എണീക്കുക, ഒരലർച്ചയായിട്ട്. നമ്മൾ ചില മറ്റേ കോമരം തുള്ളുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, മറ്റേ തെയ്യമൊക്കെ തുള്ളുന്ന മാതിരി ഒരു തുള്ളൽ താടിയൊക്കെ എടുത്തിട്ട് ഇയാളെ അടിക്കാൻ വേണ്ടിയിട്ട് ചാടി അങ്ങ് എണീക്കുകയാണ്. ഇതിൻ്റെ ഓണർ ഓടി, അയാളുടെ കൂടെ പുറകെ ഒരുത്തം വന്നിട്ടുണ്ടായി, നായലും ഓടി, രാധാകൃഷ്ണൻ പുറകെ വടിയായിട്ട്. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് രാധാകൃഷ്ണനെ പിടിക്കാൻ പുറകെ. ആ ഓട്ടം എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോമീറ്റർ ഓടി. ഈ മോണർ എന്ന് പറഞ്ഞ ആൾ ചാടി ഒരു ഓട്ടോറിക്ഷ കയറി രക്ഷപ്പെട്ടു. പിന്നെ എൻ്റെ ജീവിതത്തിൽ അയാളെ കണ്ടിട്ടില്ല. അതോടെ ഞങ്ങളുടെ ഈ ആഡ് എടുപ്പെന്ന് പറഞ്ഞാൽ അതോടെ നിന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. താമസിക്കുന്ന വീടിന് മുമ്പിലൊരു കടയുണ്ടായിരുന്നു. ഈ നമ്മുടെ 4 നേരത്തെ ആഹാരവും ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവെന്ന് വെച്ചാൽ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. റവ മേടിക്കുക, ആ വെള്ളത്തിലിടുക, അതിങ്ങനെ ഇളക്കുക, അത് കട്ടയാകുമ്പോൾ എടുത്ത് തിന്നുക എന്നുള്ളതായിരുന്നു ആഹാരം എന്ന് പറയുന്ന കട്ടൻ ചായയും. അപ്പോൾ അത് തന്നെ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കൊക്കെ അവിടെ പറ്റായി തുടങ്ങും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അന്ന് ചെറുതായിട്ട് പൈസ ഉണ്ടാകുന്ന ചിലർ വരുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അന്ന് വന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട്, അവിടെ തന്നെ ഫോട്ടോഗ്രാഫി പഠിച്ചതാണ്, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം ഗോപാലകൃഷ്ണൻ നീട്ടിയ തലമുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോണിൻ്റെ ഭയങ്കര കൂട്ടുകാരനാണ്, ജോൺ അബ്രഹാമിൻ്റെ കൂട്ടുകാരനായിരുന്നു ഗോപാലകൃഷ്ണൻ. അപ്പോൾ ജോൺ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഗോപാലകൃഷ്ണൻ്റെ സൈഡിൽ നിന്ന് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗോപാലകൃഷ്ണൻ വരും. അപ്പോൾ ഗോപാലകൃഷ്ണൻ ആ സമയത്ത് കുറേ ആഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പൈസയുണ്ട് ഗോപാലകൃഷ്ണൻ്റെ കയ്യിൽ, വീട്ടിലും പൈസയുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ നമ്മുടെ 100cc ബൈക്കൊക്കെ അന്ന് ലോഞ്ച് ചെയ്ത സമയമാണ്. ഭയങ്കര ശബ്ദത്തിൽ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സമയമാണ്. അപ്പം ഗോപാലകൃഷ്ണൻ വരുമ്പോൾ എന്ന് വെച്ചാൽ ഗോപാലകൃഷ്ണൻ്റെ പൈസ ഉള്ളപ്പോഴാണ് ഗോപാലകൃഷ്ണൻ വരാറ്. വരുമ്പോൾ ഞങ്ങൾക്ക് സുഖമാണ്. അപ്പം ഞാനാണ് മിക്കവാറും ഇവിടെ കാണാറ്, എനിക്ക് സുഖമാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ വരും. സ്ഥിരമായിട്ട് സ്റ്റാച്യുവിൻ്റെ അവിടെ പോയി, അവിടെ ഒരു കടയുണ്ട്, അവിടെ ഞങ്ങൾ മസാല ദോശ കഴിക്കും, ചിലപ്പോൾ 2 പേർക്ക് മദ്യം കഴിക്കും. പിന്നുള്ളൊരു ശ്രമമെന്ന് പറയുന്നത് വൈകുന്നേരം ഭയങ്കര സ്പീഡിൽ ഗോപാലകൃഷ്ണൻ പാളയം മുതൽ നമ്മുടെ ഒരു സ്പോട്ട് വരെ ഈ വണ്ടി ഓടിക്കും. വണ്ടി ഓടിക്കുന്നത് ചെറിയ സ്പീഡിലൊന്നുമല്ല, ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ച് സന്ധ്യയ്ക്ക്. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറയും, ഇടിക്കുന്നെങ്കിൽ ഇടിച്ചങ്ങ് ചാവട്ടെ എന്ന് പറയും. 2 പേർക്ക് മദ്യം ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോധത്തിലും ചത്തോട്ടെ എന്നുള്ളതാണ്. ഒന്നാമത് ദാരിദ്ര്യമാണ്. ഒരു 5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. ഓടിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ഒന്നും ആവത്തില്ല, നമ്മൾ റൂമിൽ പോവും, ഗോപാലകൃഷ്ണൻ വീട്ടിൽ പോവും. ഒരു കറങ്ങി തിരിയുന്ന ഗോപാലകൃഷ്ണൻ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും വരും, ഈ മസാല ദോശ മേടിച്ച് തരും, ഈ വണ്ടി ഇങ്ങനെ ഓടിക്കും, 5 പ്രാവശ്യം ഓടിക്കും, അത് തിരിച്ചു പോകും. ഇതാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് വന്നുകൊണ്ടിരുന്ന ആൾ. അങ്ങനെ ഇരിക്കുമ്പം പിന്നെ കാലഘട്ടങ്ങൾ മാറുന്നു. പല പ്രാവശ്യം വണ്ടി ഓടിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഒരു 10-50 പ്രാവശ്യം ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് കാലം കഴിയുന്നു.
എനിക്ക് പടങ്ങളൊക്കെ ആയി. ഗോപാലകൃഷ്ണൻ ബാംഗ്ലൂരോ ബോംബെയിലോ എവിടെയോ നല്ലൊരു പൊസിഷനിലേക്ക് എത്തി, വലിയൊരു ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ മ്യൂസിയത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പെട്ടെന്നൊരു അനിലേ എന്നുള്ളൊരു വിളി നോക്കിയപ്പോൾ ഗോപാലകൃഷ്ണൻ ഒരു പെണ്ണുമുണ്ട്. അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ പറഞ്ഞ് ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, ഞാൻ പുറത്തുള്ള ബോംബെയിൽ എവിടെയുള്ളൊരു കുട്ടിയാണ്, ഞാൻ ട്രിവാൻഡ്രം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, നമ്മുടെ കല്യാണമൊക്കെ അറിയിക്കണേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളത് മറന്നുപോയി. നമ്മൾ ഭയങ്കര ബിസി ആയിട്ടുള്ള അന്ന് ഒത്തിരി സിനിമകൾ ചെയ്യുന്ന സമയമാണ്, ഒരു കൊല്ലം 3-4 സിനിമകൾ ചെയ്യുന്ന സമയമാണ്. ബിസി ആയിട്ടുള്ളൊരു കാലഘട്ടങ്ങൾ കടന്നു പോവുകയും ഒരു ദിവസം ഞാനിങ്ങനെ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കോട്ടയത്ത് ഐഡ ഹോട്ടലാണ്. ഞാൻ രാവിലെ എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ, നമ്മൾ നേരത്തെ താഴെ പോയിരിക്കും, ലോബിയിൽ പോയിരിക്കും. നമ്മളിറങ്ങിയ എല്ലാ ആൾക്കാർ പെട്ടെന്ന് ഇറങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർക്ക് പറയാം എന്താ ഡയറക്ടർ എന്താ ഇറങ്ങാത്തതെന്ന് ചോദിക്കാം. അതിനുവേണ്ടി ഞാൻ സ്ഥിരമായിട്ട് നേരത്തെ പോയിരിക്കാറുണ്ട്. നേരത്തെ എണീറ്റ് അവിടെ പോയിരിക്കും, റെഡിയായിട്ട് പോയിരിക്കും. അപ്പം ഞാൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു, ആൾക്കാരിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാനേജർക്ക് ചോദിക്കുന്നത് എല്ലാവരും പോയില്ലേ? ഇല്ല സാർ ഇനിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഒരു ഫോട്ടോ പെട്ടെന്ന് കണ്ട് നെട്ടി നോക്കിയപ്പോഴത്തേക്ക് ഗോപാലകൃഷ്ണൻ ഹെഡിങ്ങും കണ്ടു, സ്കൂട്ടർ അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ് ഹെഡിങ്. വായിച്ചു നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ പട്ടി വട്ടം ചാടി സ്കൂട്ടർ അപകടത്തിൽ ട്രിവാൻഡ്രത്ത് വെച്ച് ഗോപാലകൃഷ്ണൻ മരിച്ചു. ഞാൻ ആലോചിച്ചു, എത്ര പ്രാവശ്യം ഗോപാലകൃഷ്ണൻ്റെ കൂടെ മരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തതാണ്, എത്രയോ പ്രാവശ്യം, എന്നിട്ടൊന്നും മരിച്ചില്ല. അവസാനം ഗോപാലകൃഷ്ണൻ മാത്രം മരിച്ചു പോയി. എന്നൊന്നും കാണാതെ പിറ്റേന്ന് മുതലുള്ള അന്ന് രാത്രി മുതലുള്ള എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഗോപാലകൃഷ്ണൻ വന്ന് എൻ്റെ ബെഡിൻ്റെ സൈഡിൽ വന്നിരിക്കും. ഗോപാലകൃഷ്ണൻ ചോദിക്കും നമുക്ക് സ്കൂട്ടറിൽ പോകണ്ടേ എന്ന് ചോദിക്കുന്നത് ഒരു പതിവായി സ്ഥിരമായിട്ടിത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും എനിക്ക് ഒരു സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ മരിക്കാൻ വേണ്ടി 2 പേരും കൂടെ പോയിട്ടും മരിക്കാതെ ഗോപാലകൃഷ്ണൻ മാത്രം നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിപ്പോയ ഒരു ഗോപാലകൃഷ്ണനെക്കുറിച്ച് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതൊക്കെയായിരുന്നു ആ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ആലോചിക്കുന്നുണ്ട്, നമ്മൾ പിന്നെ താമസിച്ചുകൊണ്ടിരുന്ന പട്ടത്തെ ഒരു വീടാണ്. പട്ടത്തെ ഒരു വീടെന്ന് പറയുന്നത്, അപ്പം നമ്മുടെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ലൈബ്രറി പോവുക, പബ്ലിക് ലൈബ്രറി പോവും, വൈകുന്നേരങ്ങളിൽ സിനിമകൾ കാണുക. എല്ലാ ദിവസവും സിനിമകളുണ്ടാവും അവിടെ. സോവിയറ്റ് കൾച്ചർ സെൻറ്ററിൽ പോവുക, അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇല്ല സോവിയറ്റ് കൾച്ചർ സെൻറ്റർ. ഇതൊക്കെയായിരുന്നു അവിടെ ഡെയിലിയുള്ള പരിപാടികൾ. വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, അതുകൊണ്ടല്ല ലോക ക്ലാസിക്കുകളെല്ലാം എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് കാണാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് വളരെ വലിയൊരു സംഭവമാണ്. പിന്നെ വായിക്കാൻ ഇഷ്ടം പോലെ, എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ലൈബ്രറി പോയാൽ AC ആണ്, തണുത്ത വെള്ളം കിട്ടും, വായിക്കാം. വൈകുന്നേരം സോവിയറ്റ് കൾച്ചറിൽ പോയാൽ ചിലപ്പോൾ ഒരു കോഫി ഉണ്ടാവും, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉണ്ടാവും, സിനിമ കാണാം. പിന്നെ ഈ കാണുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള സിനിമകളായിരിക്കും. അവിടെ വാർ ഫിലിംസാണ് സ്ഥിരമായിട്ട് വരാറ്, അത് തന്നെ ആയിരിക്കും സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ വീട്ടിലെന്ന് വെച്ചാൽ ഈ വീട്ടിലെ ഒരു ഓണറുടെ കാര്യം ഞാൻ എപ്പോഴാണ് ഓർക്കുന്നത്. അപ്പം ഇതിൻ്റെ ഓണർ ദുബൈയിലാണ്. ഈ മുമ്പേ ഞാൻ പറഞ്ഞ സേവിയറിൻ്റെ കെയർ ഓഫിൽ തന്നെ എടുത്തൊരു വീടാണ്. സേവിയറിൻ്റെ ഡിസ്റ്റൻ്റ് ഏതോ റിലേറ്റീവാണ്. പുള്ളിയും ഫാമിലിയൊക്കെ പുറത്താണ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വളരെ ഡീസൻ്റായിട്ടൊരാൾ, നല്ല ടൈയൊക്കെ കെട്ടി എയർപോർട്ടിൽ വന്നിറങ്ങും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ട് കൈവിടും. പിന്നെ ഇവിടെ വെള്ളം അടിക്കാൻ വേണ്ടി പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഇങ്ങോട്ട് എത്തുന്നതാണ് ഈ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് ബാച്ചിലേഴ്സും ഉണ്ടല്ലോ, അതാണ് പുള്ളിയുടെ ഒരു ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ വീട് അല്ലെങ്കിൽ ഞങ്ങളെ ഓടിച്ചിട്ട് വേറെ നല്ല വാടക കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ വീട് കൊടുക്കത്തില്ല. ഇവിടെ ഫുൾ സൗകര്യങ്ങളൊക്കെയാണ്, ഇപ്പോൾ എല്ലാം ഫർണിഷ്ഡാണ് വീട്. അതുകൊണ്ട് ഞങ്ങളവിടെ താമസിക്കുകയാണ്. വാടകയ്ക്ക് വലിയൊരു പിടിവലിയില്ല പുള്ളിയുടെ സൈഡിൽ നിന്ന്. അങ്ങനെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നല്ല ഡീസൻ്റായിട്ടാണ് വരുന്നത്. പക്ഷെ പോകുമ്പോഴത്തേക്ക് ഒരുമാതിരി അലഞ്ഞാണ് പോകുന്നത്. വൈകുന്നേരങ്ങളെല്ലാം പുള്ളി പെരുപ്പിലാണ് ഇപ്പം മിക്കവാറും ഉള്ളത്. അങ്ങനെ ഒരു ദിവസം രാവിലെ പുള്ളി വന്നു. 2 ദിവസം കഴിഞ്ഞു. പുള്ളി എവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് രാവിലെ അന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെ പറഞ്ഞ് വീട്ടിൽ പോവാണെന്നോ എന്തോ പറഞ്ഞിട്ട് പുള്ളിയുടെ വീട് വേറെ എവിടെ കോട്ടയം ഏരിയയിൽ എവിടെയാണ് പോയി. രാവിലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാ വീട്ടിൽ. രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഫോണ്, ഞാൻ വിചാരിച്ചു രാവിലെ, അന്ന് മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോണാണുള്ളത്, ഒരു ഫോണ്. ഇത് പറഞ്ഞു സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്.
ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെ എനിക്ക് കേസൊന്നും വരാൻ ചാൻസ് ഇല്ല. അല്ല നിങ്ങളൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്, അയാളെ വന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു, നിങ്ങളുടെ നമ്പറാണ് തന്നതെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതാരപ്പാ ഇങ്ങനെ നമ്മളെ വിളിക്കാൻ, നിങ്ങളിവിടെ വരെ വരണം എന്ന് പറഞ്ഞു. പേരൊന്നും അറിയത്തില്ല, നിങ്ങളിവിടെ വന്ന് നോക്കാൻ പറഞ്ഞു. അയാൾ റൂഡായിട്ട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് എനിക്കൊരു ഭീതിയുണ്ട് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ആരെയും കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ അവിടെ ചെന്ന് ഞാനിങ്ങനെ അനിൽ എന്ന് പറഞ്ഞ ആളാണ് എന്നെ വിളിച്ചിരുന്നു ഈ സ്റ്റേഷനിൽ നിന്ന്. അപ്പം എന്താ കാര്യമെന്ന് വെച്ചാൽ ഇരിക്കുന്ന ആളെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ആളെ മനസ്സിലായില്ല. ഷർട്ടില്ലാത്ത ഒരാൾ അവിടെ ഇരിക്കുന്നു, ആരാന്ന് മനസ്സിലായില്ല. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ടൈയും പാൻറ്റും ഒക്കെ ഇൻസെർട്ട് ചെയ്ത് വളരെ ഡീസൻ്റായിട്ട് വന്നുകൊണ്ടിരുന്ന നമ്മുടെ വീടിൻ്റെ ഓണറാണ് ആയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ പുള്ളി അതേന്ന് പറഞ്ഞ് എന്നെ തലയാട്ടി കാണിച്ചു. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. എന്ത് പറ്റിയാന്ന് പോലീസുകാരൻ പറഞ്ഞു. എന്ത് പറ്റിയാന്ന് അയാൾക്ക് ചോദിക്കണ്ട, ഞാൻ പറയാം എന്ത് പറ്റിയാന്ന്. ഇന്നലെ സിനിമാ കൊട്ടയിൽ നിന്നിട്ട് ഇയാൾ ബാൽക്കണിയിൽ താഴോട്ട് മൂത്രം ഒഴിച്ചു വന്നു. അതോടെ മൊത്തം കുഴപ്പമായിപ്പോയി. ഇളക്കിക്കൊണ്ട് പോകും ജാമ്യം എടുത്തിട്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അത് പൈസ കെട്ടി വെക്കണമെന്ന് എന്തൊക്കെ പറഞ്ഞു. ഇയാൾ പിന്നെയും കുറേ ചീത്ത ഇങ്ങനെ. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒന്നാമത് നമുക്ക് തന്നെ ജീവിക്കാൻ പൈസ ഇല്ല. അപ്പോൾ ഈ പുള്ളി ഇറക്കാൻ ഇനി പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അന്ന് ഇവിടുന്ന് നോക്കാം ഓടി നടന്ന് പൈസ ഉണ്ടാക്കി. നമ്മൾ പറഞ്ഞു എൻ്റെ പൊന്നിച്ചായ കയറിപ്പൊക്കോ നാളെ ഇവിടുന്നെന്ന് പറഞ്ഞ് പുള്ളിയെ പിറ്റേന്ന് കയറ്റി വിട്ടു. പിന്നെ പുള്ളി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ വീട് താമസമൊക്കെ മാറി. തരങ്ങിണി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. മുതുകുളം മോൻ വന്നിരുന്നു, പല ആൾക്കാർ വന്നിരുന്നു. ദാസേട്ടനാണ് വിളക്കൊളുത്തുമൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞു. അന്ന് രാത്രിയാകുമ്പോഴത്തേക്ക് എനിക്കൊരു ന്യൂസ് എത്തുകയാണ്. ഷാജി കൈലാസ് ഒരു പടം അനൗൺസ് ചെയ്തിരിക്കുന്നു, ഡോക്ടർ പശുപതി എന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ ആരെയോ വിളിച്ചിങ്ങനെ തിരക്കി. അല്ല ഈ ഡോക്ടർ പശുപതി എന്ന് പറയുന്നത് ഇത് ആരാണ് ഇതിൻ്റെ കഥ എന്ന് തിരക്കി. അത് മോഹൻ, മുതുകുളം മോഹൻ എന്ന് പറഞ്ഞ ആൾ. പിന്നെ അങ്കലാപ്പിലായി എനിക്ക്. അല്ല എന്താ, അപ്പം വേറെ ആരുടെയെങ്കിലും ചോദിച്ചു എന്താണ് ഇതിൻ്റെ കഥ. അതൊരു മൃഗ ഡോക്ടറുടെ കഥയാണ്. ആരഭിനയിക്കുന്നു? ഇന്നസെൻ്റായിട്ട് അഭിനയിക്കുന്നു. ഞാൻ ഞെട്ടി, വിയർത്ത്.